ഹായ് ഹലോ നമസ്കാരം. ഇപ്പോൾ പ്രീമിയറിൻ്റെ മറ്റൊരു ടൈപ്പ് റൈറ്റിംഗ് വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ടൈപ്പ് റൈറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ സ്പേസിംഗ് എന്ന് പറയുന്ന പരിപാടി. ഓക്കെ, നമ്മളൊരു ഡോക്യുമെൻറ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെയാണെങ്കിലും കൃത്യമായ അകലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നീറ്റായിട്ടുള്ള ഡോക്യുമെൻറ്റ് നമ്മളെ കൈവശം നമുക്ക് പൂർണ്ണമായും ടൈപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് അക്ഷരങ്ങൾക്കിടയിലാണെങ്കിലും വാക്കുകൾക്കിടയിലാണെങ്കിലും വരികൾക്കിടയിലാണെങ്കിലും അകലം നൽകുന്നത് കൃത്യമായ രൂപത്തിലാണെങ്കിൽ മാത്രമേ ഡോക്യുമെൻറ്റ് നീറ്റായി നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു അകലം നൽകുന്നത് അല്ലെങ്കിൽ സ്പേസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നതും കണക്ട് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു 3 ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ബോർഡിലേക്ക് നോക്കിയാൽ കാണാം, ക്യാരേജ് എന്ന് പറയുന്നൊരു വാക്കിനകത്ത് സി കഴിഞ്ഞ് കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് എ വരുന്നുണ്ട്. അതിനുശേഷം ഓരോ അക്ഷരങ്ങൾക്കിടയിലും കൃത്യമായ അകലമാണ് എന്ത് ചെയ്യുന്നത് പാലിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കൃത്യമായ അകലം അക്ഷരങ്ങൾക്കിടയിൽ പാലിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഭംഗിയുള്ളൊരു ഡോക്യുമെൻ്റായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് റൈറ്ററിൽ ഏത് ഭാഗമാണ് ഇത്തരത്തിൽ അക്ഷരങ്ങൾക്കിടയിലുള്ള അകലം നൽകുന്നതിൽ പ്രാധാന്യം അർഹിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്യാരേജ് റാക്കാണ്. അപ്പോൾ ക്യാരേജ് റാക്ക് എന്ന് പറയുന്നത് ക്യാരേജിൻ്റെ താഴ്വശത്തായി കാണപ്പെടുന്ന ചെറിയ പല്ലുകൾ പോലെയുള്ള ഭാഗത്തിനെയാണ് നമ്മൾ ക്യാരേജ് റാക്ക് എന്ന് പറയുന്നത്. ഈ ക്യാരേജ് റാക്കിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ എവിടെയായി ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരേജ് റാക്ക് റെസ്റ്റ് ചെയ്യുന്നത് പീനിയൻ വീൽ എന്ന് പറയുന്ന മറ്റൊരു പൽചക്രത്തിലാണ്. ഈ ഒരു പൽചക്രത്തിൻ്റെ ഇടയിലേക്ക് ക്യാരേജ് റാക്കിലെ ഓരോ പല്ലുകളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ അക്ഷരങ്ങൾക്കിടയിലുള്ള അകലം നൽകുന്നതിന് ഓരോ പല്ലുകൾ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. അതിനനുസൃതമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അകലം ക്രമീകരിക്കപ്പെടുന്നത്. അപ്പോൾ അക്ഷരങ്ങൾക്കിടയിലുള്ള അകലം ക്രമീകരിക്കുന്നതിൽ ഏറ്റവും സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഭാഗമാണ് ക്യാരേജ് റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചിരിക്കണം, ക്യാരേജ് റാക്കിൻ്റെ മറ്റൊരു ചോദ്യം അല്ലെങ്കിൽ ഈ അക്ഷരം നൽകുന്നതിനോടൊപ്പം ഒരുപാട് തവണയായിട്ട് ചോദിച്ചു വരുന്നൊരു ചോദ്യം കൂടിയാണ്, ക്യാരേജ് റാക്ക് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയായിട്ടാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പീനിയൻ വീലിൻ്റെ മുകളിലായാണ് കാണപ്പെടുന്നത്. മറന്നു പോകരുത്, ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ക്യാരേജ് റാക്ക് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് പീനിയൻ വീലിലാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ അക്ഷരങ്ങൾക്കിടയിലുള്ള കൃത്യമായ അകലം നൽകുന്നതും ആര് തന്നെയാണ്, നമ്മുടെ ക്യാരേജ് റാക്ക് തന്നെയാണ്. അപ്പോൾ നോക്കിക്കോണേ, ഈച്ച് ക്യാരക്ടർ ഈസ് പ്രോപ്പർലി സ്പേസ്ഡ്. ഓരോ ക്യാരക്ടർ അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങൾ, ഓരോ നമ്പേഴ്സ്, ഓരോ സിംബൽസ് ഇവകൾക്കിടയിലെല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായ അകലം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് അക്ഷരങ്ങൾക്കിടയിലുള്ള അകലം ക്രമീകരിക്കുന്നതിൽ ക്യാരേജ് റാക്കിന് വളരെയധികം പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്യാരേജ് റാക്കിൻ്റെ മറ്റൊരു പേരായിട്ട് എന്ത് വരുന്നത്, ലെറ്റർ സ്പേസിംഗ് റാക്ക് എന്ന് കൂടി പേര് വരുന്നത്. ലെറ്റർ സ്പേസിംഗ് റാക്ക് എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങൾക്കിടയിലുള്ള അകലം നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന ഭാഗമായതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ കൂടി ആരെ അറിയപ്പെടുന്നത്, ക്യാരേജ് റാക്കിനെ അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കേടെ, നമുക്കറിയാം അക്ഷരങ്ങൾക്കിടയിൽ ക്യാരേജ് റാക്കാണ് അകലം നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ വാക്കുകൾക്കിടയിൽ അല്ലെങ്കിൽ ബ്ലാങ്ക് സ്പേസ് നൽകുന്നത് ആരായിരിക്കും? വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. വലത് കൈയുടെ തള്ളവിരൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ടാപ്പ് ചെയ്യുന്ന ഒരു കീ ആണ് സ്പേസ് ബാർ. ഈ സ്പേസ് ബാർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വാക്കുകൾക്കുള്ള ഇടയിലുള്ള അകലം നൽകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു രൂപത്തിലൊരു ചോദ്യം വന്നത് ഇങ്ങനെയായിരുന്നു, ടൈപ്പ് റൈറ്ററിൽ വാക്കുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന കീ ഏതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഓർത്തു വെച്ചിരിക്കുക, സ്പേസ് ബാർ ആണ്. ഓക്കെ, വാക്കുകൾ നിർമ്മിക്കാൻ ഒരു സ്പേസ് ബാറിൻ്റെ സംവിധാനം അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെ റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് അക്ഷരങ്ങൾ ഇങ്ങനെ നിരത്തി അടിച്ചു പോയനെ. നോക്കിയോ, ലെറ്റർ സ്പേസിംഗ് റാക്ക് എന്ന് പറയുന്നത് LETTER എന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ കൃത്യമായൊരു ബ്ലാങ്ക് സ്പേസ് നൽകിയാണ് എസ് വരുന്നത്. അതല്ല എങ്കിൽ എന്ത് ചെയ്തേനെ, ഈ ആറിനോടൊപ്പം എസ് ചേർന്ന് വന്നു പോയേനെ. അവിടെ കൃത്യമായ അകലം സ്പേസ് ബാർ നൽകിയത് കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ടൈപ്പ് റൈറ്ററിൽ വാക്കുകൾ നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ വാക്കുകൾക്കിടയിലുള്ള അകലം ക്രമീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് ഏത്, സ്പേസ് ബാർ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കീ ആണ്, വലത് കൈയുടെ തള്ളവിരൽ കൊണ്ടാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് വേർഡ്സ് ഇൻ എ ടൈപ്പ് റൈറ്റർ. ഒരു ടൈപ്പ് റൈറ്ററിൽ വാക്കുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന കീ, മറന്നു പോകരുത്, ഏറ്റവും വലിയ കീ, വലത് കൈയുടെ തള്ളവിരൽ കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്ന കീ ഒക്കെയാണ് എന്ത്, സ്പേസ് ബാർ എന്ന് പറയുന്നത്. ഒരു നോൺ ക്യാരക്ടർ കീ ആണ്. അപ്പോൾ അക്ഷരങ്ങൾക്കിടയിൽ അകലം ക്യാരേജ് റാക്ക് ആണെങ്കിൽ വാക്കുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നത് സ്പേസ് ബാർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമല്ലേടേ, സ്പേസ് ബാർ വാക്കുകൾക്കിടയിൽ അകലം നൽകുന്നുവെങ്കിൽ വരികൾക്കിടയിൽ അകലം നൽകുന്ന ആരായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മളെ മുൻകാല വീഡിയോകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്യാരേജ് റിട്ടേൺ ലിവറും ക്യാരേജ് റിലീസ് ലിവർ എന്നൊക്കെ പറഞ്ഞ് കമ്പാരിസൺ നടത്തിക്കൊണ്ട് വീഡിയോയും ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. അപ്പോൾ വ്യക്തമായി ഓർത്തു വെച്ചിരിക്കുക, വരികൾക്കിടയിൽ അകലം നൽകുന്നത് നമ്മുടെ
ക്യാരേജ് റിട്ടേൺ ലിവറാണ്, അല്ലെങ്കിൽ ലൈൻ സ്പേസ് ലിവർ എന്നുകൂടി അതിനെ പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ വരികൾക്കിടയിലുള്ള അകലം നൽകുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഭാഗമാണ് ഏത്? ക്യാരേജ് റിട്ടേൺ ലിവർ. അതുകൊണ്ട് തന്നെയാണ് അതിന് എന്തുകൂടി വിളിക്കുന്നത്? ലൈൻ സ്പേസ് ലിവർ എന്നുകൂടി വിളിക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ 3 കാര്യങ്ങളെ നമ്മൾ പറഞ്ഞുള്ളൂ. അക്ഷരങ്ങൾക്കിടയിൽ അകലം നൽകുന്നത് ആരാടേ? ക്യാരേജ് റാക്കാണ്. അങ്ങനെയാണെങ്കിൽ വാക്കുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതും വാക്കുകൾക്കിടയിൽ അകലം നൽകുന്നതും ആരാടേ? സ്പേസ് ബാർ. അങ്ങനെയാണെങ്കിൽ വരികൾക്കിടയിൽ അകലം നൽകുന്ന ആരായിരുന്നു? നമ്മുടെ ക്യാരേജ് റിട്ടേൺ ലിവർ. 3 കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത്തരം ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.